ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലയാള സിനിമയുടെ തറവാടായ വരിക്കശ്ശേരി മനയിലാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിൽ മനശ്ശേരി എന്ന സ്ഥലത്താണ് നമ്മുടെ വരിക്കശ്ശേരി മന ഉള്ളത്. 300 വർഷം പഴക്കമുണ്ട് ഈ മനയ്ക്ക്. അതേമാതിരി 150-ലധികം സിനിമകൾക്ക് ഈ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ഞാൻ എടുത്ത് പറയില്ല, പിന്നീട് പറയാം. അതായത് രാപ്പകൽ, അതേമാതിരി കാരിസ്ഥലിലെ 2 വീട്, അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 3 നില വീടാണ്. പിന്നെ അതുപോലെ കുളമുണ്ട്, കിണറുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അകത്ത് പോയി നോക്കാം. ഓക്കെ. സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ലൊക്കേഷനായ മലയാള സിനിമയുടെ തറവാടായ വരിക്കാശ്ശേരി മന ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ടയിടമാണ്. പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ മനശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാലം കഴിഞ്ഞ് ഷൊർണൂർ ഭാഗത്തേക്ക് അല്പം കൂടി മുന്നോട്ട് പോയാൽ മനശ്ശേരിയിലെത്തും. അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഏതാണ്ട് 1 കിലോമീറ്റർ പോയാൽ വലതുവശത്ത് തന്നെ കാണാം മന. പാലക്കാട് നിന്ന് 35 കിലോമീറ്റർ ദൂരമുണ്ട് വരിക്കാശ്ശേരി മനയിലേക്ക്. കേരളത്തിൽ പഴക്കമേറിയ നമ്പൂതിരി തറവാടുകളിൽ ഒന്നാണ് വരിക്കാശ്ശേരി മന. ചരിത്ര പ്രാധാന്യമായി മാറിയ ഈ മനയ്ക്ക് ഏകദേശം 300 വർഷത്തോളം പഴക്കമുണ്ട്. 6 ഏക്കറോളം സ്ഥലത്താണ് ഈ മന സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളുള്ള നാലുകെട്ട്, 2 പത്തായപ്പുരകൾ, കളപ്പുര, വിശാലമായ പൂമുഖം, കുളം, പടിപ്പുര, മാളിക, ഇതൊക്കെയാണ് ഈ മനയുടെ ആകർഷണങ്ങൾ. രാജകീയമായ പ്രൗഢിയാർന്ന 3 നിലകളോട് കൂടിയ 4 കെട്ടാണ് പ്രധാന ആകർഷണം. ചെങ്കലിൽ കെട്ടിയ ചുമരും ആരെയും ആകർഷിക്കും. പുറംമോടിയിലെ കാഴ്ചകളെയും ഗംഭീരമാണ് ഉൾക്കാഴ്ചകൾ. ഏതു ചൂടിലും കുളിർമ നൽകുന്ന അന്തരീക്ഷം, അതാണ് മനയുടെ ഹൈലൈറ്റ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കലക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് ഈ മന നിലകൊള്ളുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അവർ ഇവിടെ ഇന്ന് കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിക്കുന്നത്. തീർത്ഥം എന്ന ചിത്രമാണ് വരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ചിത്രീകരിച്ചത്. എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠന്റെ തറവാടായ മംഗലശ്ശേരിയാണ് വരിക്കാശ്ശേരിയെ സിനിമാ ലോകത്തേക്ക് പ്രശസ്തമാക്കിയത്. പിന്നീട് 6-ാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വെള്ളിയേട്ടൻ, ബസ് കണ്ടക്ടർ, ദ്രോണ, മാടമ്പി, സിംഹാസനം, മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത്. ഏകദേശം 150-ലധികം ചിത്രങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ ആയിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി നമ്മുടെ വരിക്കാശ്ശേരി മനയ്ക്കുണ്ട് കേട്ടോ. ഒരു മന എന്നതിലുപരി മംഗലശ്ശേരി നീലകണ്ഠന്റെ തറവാട് എന്ന് വിളിക്കാനാവും മലയാളികൾക്ക് ഇഷ്ടം. ലാലേട്ടന്റെ മാസ്റ്റർ പീസ് ഹീറോ സിനിമകൾക്ക് ജന്മം കൊടുത്ത തറവാട് കൂടിയാണ് വരിക്കാശ്ശേരി മന. വാസ്തുകലയിൽ അതിശയം ജനിപ്പിക്കുന്ന അസലൊരു മലയാളി വീട് കൂടിയാണ് ഈ മന. മനയുടെ അടുക്കള വശമാണ് കേട്ടത്. ഈ ഭാഗമൊക്കെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സിനിമ രാപ്പകലാണ്. അവര് എല്ലാവരും കുടുംബാംഗങ്ങളൊക്കെ ഒത്തുകൂടുമ്പോൾ സദ്യ വട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അടുക്കള ഉണ്ടല്ലോ, അതാണ് ഇത്. അതുപോലെ നയൻതാര വെള്ളം കോരുന്ന സീന്, അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുമറന്ന. കാരണം നമുക്ക് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തോന്നുകയില്ല. നമ്മൾ സിനിമകൾ കണ്ട് ശീലിച്ച ഓരോ ഭാഗങ്ങളാണല്ലോ. പക്ഷെ അവര് സിനിമയ്ക്ക് വേണ്ടിട്ട് കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് കേട്ടോ. അത് അവിടെ ചെന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഒരുപാട് സിനിമകളിൽ ഭാഗമാണ് ഈ കോണി, അതുപോലെ ഈ ഹാള്, ഇതൊക്കെ ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടു പറഞ്ഞതാണ്. കൊത്തുപണികളാൽ സമ്പന്നമായ തൂണുകളും ചുവർ ചിത്രങ്ങളും കൂടാതെ ശില്പങ്ങളും അങ്ങനെ ഒരുപാടുണ്ട് ഈ മനയിൽ. പാലക്കാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഈ മുത്തശ്ശി വീട് ഒറ്റപ്പാലത്തിനടുത്ത് മനശ്ശേരി ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാലക്കാരനായ ഹരിദാസ് എന്നയാളാണ് ഇന്ന് ഈ മനയുടെ ഉടമ. ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു മനയുടെ നടത്തിപ്പും സംരക്ഷണവും ഈ ട്രസ്റ്റ് വഴി സാധ്യമാക്കുന്നു. വരിക്കാശ്ശേരി കുടുംബക്കാർക്ക് ട്രസ്റ്റിൽ സ്ഥാനവും നൽകിയിട്ടുണ്ട്. മനയിലെ ഇപ്പോഴത്തെ തലമുറ കുടുംബവകയായുള്ള മറ്റൊരു മനയിൽ താമസിച്ചു പോരുന്നു. സിനിമ ഷൂട്ടിംഗ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ആൽബം ഷൂട്ടിംഗ്, അതുപോലെ പരസ്യ ചിത്രങ്ങൾ മാത്രമല്ല വിവാഹ ഫോട്ടോഗ്രാഫിക്കും ആളുകൾ ഇവിടെ എത്താറുണ്ട് കേട്ടോ. പഴമയെ ഇഷ്ടപ്പെടുന്ന എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് കാണണം എന്നുള്ളത്. ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും എവിടേക്കോ എന്തൊക്കെയോ ഒരു മിസ്സിങ് പോലെ തോന്നി. കാരണം റോഡിൽ നിന്ന് മനയിലേക്ക് കയറുമ്പോൾ ഒരു പ്രവേശന കവാടത്തിന്റെ ഒരു കുറവ് നന്നായിട്ട് ഫീൽ ചെയ്തു. മാത്രല്ല ഉള്ളിൽ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു എന്ന് തോന്നിട്ടോ. ഇതാണ് പത്തായപ്പുര. നല്ല മുന്തിയ ഇനം മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനയോണം തന്നെ പ്രശസ്തമായ മറ്റൊന്നു കൂടിയാണ് ഈ പത്തായപ്പുര. ഈ കാണുന്നതാണ് കേട്ടോ പത്തായം. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ മുകളിലേക്കൊക്കെ പോയി നോക്കി. മുകളിലൂടെ വരാന്തയിലൂടെ നടക്കാനുള്ള പെർമിഷൻ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. റൂമിലേക്ക് കിടക്കാനുള്ള പെർമിഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഈ വരിക്കശ്ശേരി മനയിൽ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് മനയുടെ മുകളിലും ഈ കാണുന്ന പത്തായപ്പുരയുടെ മുകളിലും റൂമിലും എല്ലായിടത്തും നമുക്ക് കയറാനും ഇരിക്കാനൊക്കെ അലൗഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് അനുമതി നൽകുന്നില്ല. പത്തായപ്പുരയുടെ മുകളിൽ നിന്ന് നമ്മുടെ മനയിലേക്ക് നോക്കിയാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ദേവാസുരം സിനിമയിൽ രേവതി ചേച്ചി നോക്കുന്നുണ്ട് അങ്ങനെ ഒരു സീനിൽ. ആ ഒരു ഭംഗി ഇപ്പോഴും നമ്മുടെ മനയ്ക്കുണ്ട് കേട്ടോ. അവിടെ എന്താ ഒരു ആൾക്കൂട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല നിങ്ങള്, വേറെ ഒന്നല്ല. സന്ദർശകരിൽ പലരും മംഗലശ്ശേരി നീലകണ്ഠൻ ഇരുന്ന പൂമുഖത്തെ ഫ്രെയിം ആക്കി ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്.
ഞങ്ങളും എടുക്കാൻ മറന്നില്ല കേട്ടോ. ഞങ്ങളും ഒരു ഫോട്ടോ എടുത്താണ് അവിടുന്ന് മടങ്ങിയത്. നാലുകെട്ടിന് പുറത്ത് തറവാട് വളപ്പിൽ ഒരു കൊച്ചു ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടിയുണ്ട് കേട്ടോ. വടക്കിനി, തെക്കിനി, പടിഞ്ഞാറ്റിനി, കിഴക്കിനി എന്നിവ നടുമുറ്റത്തോട് ചേർന്ന് കിടക്കുന്നു. ഇതിൽ കിഴക്കിനി ഭക്ഷണം കഴിക്കാനും വടക്കിനി ഹോമം, വിവാഹം തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനും ഉപയോഗിക്കുന്നു. കൂടാതെ സ്ത്രീജനങ്ങൾക്കായി ഭക്ഷണം കഴിക്കാൻ മേലടുക്കള, കുളിക്കാനായി തേവാരപ്പുര എന്നിങ്ങനെ പ്രത്യേക സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന കുളം ഒരുവിധം എല്ലാ മലയാളികൾക്കും അറിയാം. കാരണം മിക്ക സിനിമകളിലെയും ഒരു പ്രധാന ലൊക്കേഷൻ ആണ്. ഇപ്പൊ ഇവിടേക്ക് സന്ദർശകർക്ക് പ്രവേശനമല്ല, ക്ഷേത്ര നിവാസികൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, സിനിമ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടെ പ്രവേശനം ഉള്ളത്. മുൻപ് അങ്ങോട്ടുള്ള എൻട്രി ഫ്രീ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ 30 രൂപ എൻട്രി ഫ്രീ ആയി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മൊബൈൽ വഴി ഷൂട്ട് ചെയ്യാം, പക്ഷെ ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പൊ പാലക്കാട്, പട്ടാമ്പി, ഒറ്റപ്പാല ഭാഗങ്ങളിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വന്ന് അല്പസമയം ചില്ലാവാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പൊ ആരും മിസ്സാക്കരുത്. അപ്പൊ ഇതൊക്കെയാണ് മനയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.